മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം. ഇടത്തോട്ടോ വലത്തോട്ടോ കേരളം എങ്ങോട്ട് ചായുമെന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മതി. ബിഗ് ബോസ് താരം അഖിൽ മാരാർ 2020 എത്തിയതോടെ വലിയ വിസ്മയങ്ങൾക്കാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. മിനി സ്ക്രീൻ പുലികൾ മുതൽ ബിഗ് സ്ക്രീൻ താരങ്ങൾ വരെ. നോക്കാം തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞു കേൾക്കുന്ന പുത്തൻ താരോദയങ്ങളെയും പഴയ ചില പടക്കുതിരകളെയും കുറിച്ച്. വോട്ടർമാരിൽ വലിയൊരു ശതമാനം ജൻസികൾ ജനവിധി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തും. വോട്ടർമാർക്കിടയിൽ മാത്രമല്ല, സ്ഥാനാർത്ഥികളിലും ഈ തലമുറ മാറ്റം നടക്കുകയാണ്. വി.ഡി. സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാരുടെ പൊടുന്നനെയുള്ള മാറ്റമാണ് നിലവിലെ ചർച്ചാ വിഷയം. 2020-ലെത്തിയ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ NDA സ്ഥാനാർത്ഥിയായേക്കും. കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ മറ്റാരേക്കാളും ഉച്ചത്തിൽ എന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കെ ബാബു MLA-യുടെ തീരുമാനം കോൺഗ്രസിന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ചൂണ്ടുപലകയാകുകയാണ്. കെ ബാബു ഒഴിയുന്നതോടെ ചലച്ചിത്ര താരം രമേശ് പിഷാരടിയുടെ പേരാണ് പകരം തൃപ്പൂണിത്തറയിൽ കോൺഗ്രസിന് വേണ്ടി ഉയരുന്നത്. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും താരമായ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ പേരും തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ പരിഗണനാ പട്ടികയിലുണ്ട്. ചർച്ചകളിൽ എതിരാളികളെ മലർത്തിയടിക്കുന്ന നിരീക്ഷകരുടെ നീണ്ട നിര തന്നെ പിന്നാലെ വരുന്നു. മുൻ ഇടതു നിരീക്ഷകനായ BN ഹസ്കറിന്റെ പേര് ഇരവിപുരത്തെ UDF സാധ്യതാ പട്ടികയിലും റെജി ലൂക്കോസിന്റെ പേര് കടുത്തുരുത്തിയിലെ BJP സാധ്യതാ പട്ടികയിലും ഇടം പിടിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് ഈ രാഷ്ട്രീയ മാറ്റത്തിന് അനുകൂലമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുള്ളൊരു വ്യക്തമായ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള BJPക്ക് ഗുണം ചെയ്യും. BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മിനിമം ഒരു 30-32 സീറ്റിലേക്ക് പോകും. മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും അന്തരിച്ച ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിന് കൂടിയാണ് കേരളം ഒരുങ്ങുന്നത്. VSന്റെ മകൻ അരുൺകുമാറിന്റെ പേരും ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെ പേരും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവ ചർച്ചയാണ്. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പൊ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അറിയില്ല. മലമ്പുഴ അച്ഛന്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ. ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയന്റെ പേരും വാർത്തകളിൽ നിറയുന്നുണ്ട്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസ താരം ഇടം പിടിച്ചിട്ടുണ്ടെന്നതാണ് രസം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഷൊർണൂർ മുൻ MLA PK ശശി ഇനി UDF പാളയത്തിൽ എത്തുമോ എന്നതിൽ മാത്രമാണ് സസ്പെൻസ് ബാക്കി. നാളെ എവിടെയെന്ന് പറയാനാകില്ലെന്ന് ശശി തന്നെ രാജിക്ക് പിന്നാലെ വ്യക്തമാക്കുന്നു. അതിൽ നിന്നൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നതാണ്. ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇതുവരെ ഇനി ചിന്തിക്കാം. നാളെ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആശയപരമായില്ല. നാളെ നിങ്ങൾ പാലക്കാട്ട് ഉണ്ടാകുമോ അതോ നിങ്ങൾ കൊച്ചിയിലുണ്ടാകുക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പുതുമുഖങ്ങൾ വരുന്നതോടെ കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്ക് മാറുമെന്ന് കാത്തിരിക്കാം. കൂറുമാറുന്ന പഴയ പടക്കുതിരകളുടെ നീക്കവും നിർണായകമാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് അതത് പാർട്ടികളും പരിഗണനാ പട്ടികയിലുള്ള സ്ഥാനാർത്ഥികളുമാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.